പാപഭാരം ഇറക്കി വയ്ക്കുവാൻ മനുഷ്യന് കഴിയുന്ന ഒരേ ഒരു സ്ഥലം യേശുവിൻ്റെ ക്രൂശ് മാത്രമാണ്. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപം വഹിച്ചു. അവിടുത്തെ സന്നിധിയിലേക്ക് നിങ്ങളുടെ പാപഭാരവുമായി കടന്നു വരുവാൻ യേശു നിങ്ങളെ ക്ഷണിക്കുന്നു. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ക്രിസ്തുവിനെക്കുറിച്ച് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും പ്രവചിച്ച തിരുവെഴുത്തുകൾ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടു. എങ്കിലും ആ തിരുവെഴുത്തുകളുടെ അന്തരാർത്ഥം ഗ്രഹിക്കുവാൻ കഴിയാതെ ഇരുന്ന യഹൂദന്മാർക്ക് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മശിഹയെ യേശുവിൽ കണ്ടെത്താനായില്ല. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർക്കും പിതാവ് വെളിപ്പെടുത്തി കൊടുത്തവർക്കും മാത്രമാണ് മശിഹയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് പ്രാപിക്കേണ്ടതിന് ഇന്നും നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കേണ്ടതുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് ഇന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ നേരത്തെ വന്നിരുന്നതായ ആ മുന്നേറ്റം തുടരുന്നതാണ് നാം കാണുന്നത്. ഗിരിമുകളിലിരുന്ന് ക്രിസ്തു തൻ്റെ നീതിശാസ്ത്രം പ്രഖ്യാപിച്ചു. നയപ്രഖ്യാപനം. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. തൻ്റെ അവകാശവാദങ്ങളെ അവതരിപ്പിക്കുവാൻ അവൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. ഇസ്രായേലിലെ എല്ലാ പട്ടണങ്ങളും സഞ്ചരിച്ച് തീരുവോളം അവർ നെടുകയും കുറുകയും യാത്ര ചെയ്തു. ഇനിയും എന്തായിരുന്നു പ്രതികരണമെന്നല്ലേ? ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളെ അവർ എങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാം: ജനം തള്ളിക്കളഞ്ഞു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു വഴിത്തിരിവാണ് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 28, 29, 30 വാക്യങ്ങളിൽ ക്രിസ്തു നൽകുന്നതൊരു പുതിയ ദൂതാണ്. രാജാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വീക്ഷണത്തിൽ മാനസാന്തരത്തിൻ്റെ ദൂതിൽ നിന്നുള്ള വ്യക്തമായ ഒരു വ്യതിയാനമാണ് ഈ പറയുന്ന വാക്യങ്ങൾ. അത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടുപോയി. തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചതിന് ശേഷം കർത്താവും ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനും പോകുന്നു. ലോകത്തിന് നാം ദൈവവചനം നൽകണമെന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ക്രിസ്തുവിൻ്റെ സമയത്തേതുപോലെ തന്നെ ഇന്നും അത് പ്രധാനപ്പെട്ടതാണ്. കർത്താവ് പറയുകയാണ് 2-ാം വാക്യത്തിൽ, യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യോഹന്നാനെ തടവിലാക്കി എന്നാണ്. ഇപ്പോൾ അവൻ കുറേ നാൾ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരിക്കും. പക്ഷേ യേശുവിൻ്റെ കാര്യത്തെക്കുറിച്ച് അവന് വിവരം ലഭിക്കുന്നുണ്ടായിരുന്നിരിക്കും. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചിട്ട് അവൻ്റെ നീക്കങ്ങളെ യോഹന്നാനെ അറിയിച്ചുകൊണ്ടിരുന്നു. യേശു തൻ്റെ രാജ്യം വേഗം സ്ഥാപിപ്പാൻ പോകുന്നുവെന്നും തൻ്റെ വിടുതലിനായി കാരാഗ്രഹവാതിൽ ഏതവസരത്തിലും തുറക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ യോഹന്നാൻ സ്നാപകൻ കഴിയുകയായിരുന്നു. അതുകൊണ്ടവൻ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യോഹന്നാൻ്റെ ചോദ്യം ന്യായമായ ഒന്നായിരുന്നു. ഈ സമയത്തിനുള്ളിൽ രാജാവ് അധികാരം ഏറ്റെടുത്തിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ തക്കതായ കാരണങ്ങൾ അവനുണ്ടായിരുന്നു. സിംഹാസനത്തിങ്കിലേക്കുള്ള ക്രിസ്തുവിൻ്റെ മന്ദഗതിയിലെ നീക്കം നിശ്ചയമായും അവനെ അതിശയിപ്പിച്ചു കാണും. യോഹന്നാനോട് കർത്താവ് പറയുന്ന ഉത്തരം ശ്രദ്ധിക്കുക. 4 മുതൽ ഉള്ള വാക്യങ്ങൾ.
യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. മശിഹ എപ്രകാരമുള്ളവനായിരിക്കുമെന്ന് പഴയ നിയമം പറഞ്ഞിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ യേശുവിൻ്റെ ഈ ശ്രദ്ധേയമായ മറുപടി മനസ്സിലാക്കുവാൻ കഴിയൂ. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നെടുത്ത വാക്യങ്ങളത്രേ നാം ഇപ്പോൾ വായിച്ചത്. യേശു വന്നപ്പോൾ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടും പൊട്ടി പുറപ്പെട്ടില്ല. എന്തുകൊണ്ട്? കാരണം ആദ്യം വന്ന അവസരത്തിൽ തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചില്ല എന്നതുകൊണ്ടത്രേ. പക്ഷേ അവിടുന്ന് രാജാവായി ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ രാജാവായിരുന്നു. മശിഹായ്ക്കുണ്ടായിരിക്കേണ്ട യോഗ്യതാപത്രം യേശുവിനുണ്ടായിരുന്നു. അത് മാത്രമാണ് അവനിവിടെ പറയുന്നത്. യേശുവിൻ്റെ യോഗ്യത മനസ്സിലാക്കുവാൻ യോഹന്നാന് പ്രയാസമുണ്ടായിരുന്നില്ല. ആരെങ്കിലും അഥവാ യോഹന്നാനെ വിമർശിക്കുവാൻ ഒരുമ്പെട്ടാൽ അവരോട് പറയുവാനുള്ള യേശുവിൻ്റെ മറുപടിയാണ് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്. അവർ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? കാറ്റിനാൽ ഉലയുന്ന ഓട യോഹന്നാൻ അല്ലായിരുന്നു. വാസ്തവത്തിൽ ഓടയെ ഉലയ്ക്കുന്ന കാറ്റായിരുന്നു യോഹന്നാൻ. ഇന്നെത്ര പ്രസംഗപീഠങ്ങൾ മിക്കവാറും കേൾവിക്കാരുടെ ഇഷ്ടത്തിന് ആടുന്നതാണല്ലോ. യോഹന്നാൻ സ്നാപകനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓടയെ ഉലയ്ക്കുന്ന കാറ്റായിരുന്നു അവൻ. യോഹന്നാനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കർത്താവ് നൽകുന്നത് ശ്രദ്ധേയമാണ്. കർത്താവ് ചോദിക്കുകയാണ്, അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവവസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. യോഹന്നാൻ സ്നാപകൻ്റെ കരുത്തുറ്റതും വിളങ്ങുന്നതുമായ സ്വഭാവം അത്ര ഇവിടെ യേശു പുകഴ്ത്തി പറയുന്നത്. അവൻ വാസ്തവത്തിൽ പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. കർത്താവ് പറയുകയാണ് 9-ാം വാക്യത്തിൽ, അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവനൊരു പ്രവാചകനായിരുന്നു, പക്ഷേ അവൻ പ്രവാചകനിലും മികച്ചവനായിരുന്നു. 10-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. ഇത് മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ നിവൃത്തിയാണ്. അത് യോഹന്നാൻ സ്നാപകനാകുന്നു എന്ന് യേശു വ്യക്തമായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകനായിരുന്നു ആ ദൂതൻ. ഇസ്രായേലിന് മശിഹായെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് യോഹന്നാൻ. കർത്താവ് തുടർന്ന് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അബ്രഹാമോ മോശയോ ദാവീദോ ഇവരിൽ ആരായിരുന്നു വലിയവരെന്ന് ചിലപ്പോൾ നാം തർക്കിക്കാറുണ്ട്, പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കാറുണ്ട്. ഈ പറഞ്ഞവരിൽ എല്ലാവരെക്കാളും വലിയവനാണ് യോഹന്നാൻ സ്നാപകനെന്ന് യേശു പ്രസ്താവിച്ചിരിക്കുന്നു. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനെന്ന് പറയുവാൻ പഴയ നിയമകാലത്ത് ആരും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. ക്രിസ്തു വന്നപ്പോൾ അവൻ ഒരു കൂട്ടം ആളുകളെ വിളിച്ച് വേർതിരിക്കുവാൻ തുടങ്ങി. അവർ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവരായിരുന്നു, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായിരുന്നു. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? കാരണം അവർ ക്രിസ്തുവിലായിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ നീതി ധരിച്ചവരുമായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയവനേക്കാൾ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതിനും കൂടുതൽ അറിയുന്നതിനും കൂടുതൽ സ്നേഹിക്കുന്നതിനും ദൈവത്തിൽ നിന്നും കൂടുതൽ പ്രാപിക്കുന്നതിനും കഴിവുള്ള
വലിയവനായിരിക്കും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. എത്ര മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ പദവിയും എൻ്റെ പദവിയും. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബലാത്കാരം ആന്തരികമോ ബാഹ്യമോ ആകാവുന്നതുകൊണ്ട് ഈ വാക്യം വ്യാഖ്യാനിക്കുവാൻ പ്രയാസമുള്ളതാണ്. അന്ധകാര ശക്തികൾ, അതെ, ദുഷ്ടശക്തികൾ വെളിയിൽ നിന്നും ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നത് സത്യമാകും. അതുപോലെ തന്നെ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവർ ഇതിലേക്ക് കയറുവാൻ ശ്രമിക്കുകയാണ്. അതായത് എങ്ങനെയും ഉള്ളിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുകയാണ്. ആവശ്യത്തിൻ്റെയും നിരാശയുടെയും ഒരു ധ്വനി ഇവിടെയുണ്ട്. യുവാവായ ഒരു മനുഷ്യൻ ഓടിച്ചെന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്നുള്ള സംഭവം നാം കണ്ടു കഴിഞ്ഞു. ഈ പറഞ്ഞ സംഭവത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന 2 വശങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ബലാത്കാരികൾ രാജ്യത്തിൽ പ്രവേശിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകും. ഇത് നിവർത്തിക്കുവാൻ ആത്മീക ധൈര്യം, അതെ, ആ ഉത്സാഹം, ശക്തി, ലക്ഷ്യം ഒക്കെ ആവശ്യമാണ്. കാരണം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവർ എപ്പോഴും ഉപദ്രവത്തെയാണ് നേരിടുവാൻ പോകുന്നത്. 13 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരുവാനുള്ള ദൂതൻ്റെ പ്രവചനം യോഹന്നാൻ സ്നാപകനിലൂടെ നിവൃത്തിയായി. അപ്പോൾ ഉയർന്നു വന്ന ചോദ്യം, ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവെങ്കിൽ ഇസ്രായേൽ അവനെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവൻ തൻ്റെ രാജ്യം ഉടനെ ഭൂമിയിൽ സ്ഥാപിക്കുമായിരുന്നോ എന്നത്രേ. അങ്ങനെ വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഏലിയാവാകുമായിരുന്നില്ലേ? അതിനുള്ള ഉത്തരം, ആ പറഞ്ഞത് ശരി തന്നെ. അത് എങ്ങനെ സാധ്യമാകുമെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഞാൻ അതിനുള്ള ഉത്തരവും പറയാം, എനിക്കറിയില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം എനിക്കറിയാം. എനിക്ക് വിശദീകരിച്ച് തരുവാൻ പ്രയാസമുള്ള കാര്യവും അവന് വിശദീകരിക്കുവാൻ കഴിയും. വാസ്തവത്തിൽ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള അനേകം കാര്യങ്ങൾ അവൻ നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വെറുതെ അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അടുത്ത 2 വാക്യങ്ങളിൽ ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് നാം കാണുവാൻ പോകുന്നത്. വാസ്തവത്തിൽ കുറിക്കൊള്ളുന്ന കൊള്ളിവാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും വ്രണപ്പെടുത്തുന്നതിനോ ദോഷം വരുത്തുന്നതിനോ അല്ല ഈ കഥ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഒരു വലിയ സത്യം തെളിയിക്കേണ്ടതിനാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. 16-ഉം 17-ഉം വാക്യങ്ങളിൽ, എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. കുഴലൂതുന്നത് വിവാഹത്തിനായിരുന്നു, വിലാപം പാടിയിരുന്നത് ശവസംസ്കാരത്തിനായിരുന്നു. തെരുവുകളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ചിത്രമാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന പിള്ളേർ. അവരാദ്യം പറഞ്ഞു, നമുക്ക് കള്ളനും പോലീസും കളിക്കാമെന്ന്. കുറച്ചു നേരം അവരത് കളിച്ചു. 2 പേർ കള്ളന്മാരായി കളിച്ചു, 4 പേർ പോലീസുകാരുമായി. ആ കളിയിൽ ക്ഷീണിച്ചപ്പോൾ ഇനിയും നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാമെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ അവർ മടുത്തു. വേറെ ഒരു കൂട്ടം കുട്ടികൾ പറഞ്ഞു, നമുക്ക് ശവസംസ്കാര ശുശ്രൂഷ കളിക്കാമെന്ന്. പെട്ടിയൊക്കെ ഉണ്ടാക്കി ശവവും ചുമന്ന് അവർ നടന്നു. അത് കളിച്ച് ക്ഷീണിച്ചപ്പോൾ, എന്നാൽ ഇനിയും നമുക്ക് വിവാഹ പാർട്ടി കളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്നു. ഏതെങ്കിലും ഒരു എക്സ്ട്രീം കളിയാണ് അവർ കളിക്കുന്നത്. അവർ ചീത്തക്കുട്ടികളാണ്. യേശുവിൻ്റെ കാലത്തെ തലമുറയും അപ്രകാരമുള്ളവരായിരുന്നു. നമ്മുടെ ഇന്നത്തെ തലമുറ എന്തെങ്കിലും വ്യത്യാസമുള്ളതാണെന്ന് ചിന്തിച്ചാൽ കുറെ കൂടി വഷളത്വം കൂടി എന്ന് മാത്രമല്ലേ പറയാൻ സാധിക്കൂ. ഒരു കൃത്യതയുമില്ല, വ്യക്തതയുമില്ലാത്ത പോക്ക്. കർത്താവ് പറയുകയാണ്, യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. യോഹന്നാൻ സ്നാപകൻ ഉഗ്രമായ സാൻമാർഗികമായ നിഷ്ഠയുള്ളവനും കർശനക്കാരനുമായിരുന്നു. അവൻ കൂടെ ഉണ്ടായിരിക്കുന്നത് അവർക്കത്ര സുഖമായി തോന്നിയില്ല.
19 വാക്യത്തിൽ മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നവർ പറയുന്നു. ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ സമീപനം വളരെ സൗഹാർദ്ദപരമായിരുന്നു. അവൻ്റെ കാര്യമോ ശേഷേ അവനും വളരെ അങ്ങ് കടന്നുപോയി എന്നാണ് ഇവർ പറയുന്നത്. അവനൊരു തിന്നിയും കുടിയനുമായ മനുഷ്യനാണ്. അതുമാത്രമല്ല, അവൻ പാപികളോട് വളരെ അങ്ങ് അടുത്തിടപെടുന്നത് ശരിയല്ല. യോഹന്നാൻ സ്നാപകൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തഭിപ്രായപ്പെട്ടാലും അത് ചെയ്യുവാൻ മനസ്സില്ലാത്ത കൂട്ടരെ കണ്ടിട്ടുണ്ടോ? എന്തു കൊടുത്താലും അവരതിലെ ഒരു കുറ്റം കണ്ടുപിടിക്കും. ഇതാണോ സുഹൃത്തെ നിങ്ങളുടെ സ്വഭാവം? യോഹന്നാൻ്റേത് തപസ്ഭ്രാന്തെന്നും ക്രിസ്തുവിൻ്റേത് സദാചാരങ്ങളിൽ അയഞ്ഞ സംസർഗശീലത്വം എന്നും അവർ വിശേഷിപ്പിച്ചു. ഏത് വഴിക്കാണെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. 20 മുതലുള്ള വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആശ്ചര്യജനകമായൊരു മാറ്റം, ഒരു വ്യതിയാനത്തിൻ്റെ ഭാഗത്തേക്കാണ് നാം വരുന്നത്. യേശു രാജാവാകുന്നു എന്ന കാര്യം മറന്നു പോകരുത്, അത് ഓർക്കുക. അവൻ തൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുകയും അത്ഭുതങ്ങളിലൂടെ യോഗ്യതാപത്രം അവതരിപ്പിക്കുകയും ചെയ്തു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സുവിശേഷം അവൻ പ്രസംഗിച്ചു. അവൻ തന്നെ പരിചയപ്പെടുത്തി. പക്ഷേ അവൻ്റെ ജനം അവനെ തള്ളിക്കളഞ്ഞു. അവർ അവനെ ത്യജിച്ചത് ഒരു തീരുമാനമെടുക്കുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചു. അവൻ അവരെയും ത്യജിച്ചു കളഞ്ഞു. അവിടുന്ന് രാജാവാകുന്നു. അന്തിമമായ തീരുമാനം എടുക്കുവാനുള്ള ആ അധികാരം എപ്പോഴും രാജാവിനാണല്ലോ ഉള്ളത്. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. 20, 21 വാക്യങ്ങളിൽ പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കൊരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബെത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. ക്രിസ്തുവിൻ്റെ ആസ്ഥാനമായിരുന്ന കപർന്നഹൂമിന് അടുത്തുള്ള വടക്കേ പട്ടണങ്ങളായിരുന്നു കോരസീനും ബെത്സയിദയും. ആ സ്ഥലങ്ങളിലും ക്രിസ്തു വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞിരുന്നു. അതിനാൽ ഇപ്പോൾ അവൻ അവയുടെ മേൽ ന്യായവിധി പ്രഖ്യാപിക്കുകയാണ്. 22 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വെളിച്ചം എപ്പോഴും ഉത്തരവാദിത്വമുളവാക്കുന്നു. ക്രിസ്തു ഒരിക്കലും സോരിൻ്റെയും സീദോൻ്റെയും പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്നില്ല. അവൻ്റെ ആസ്ഥാനം അവിടെ ആയിരുന്നുമില്ല. എന്നാൽ കൊരസീൻ, ബെത്സയിദ പ്രദേശങ്ങളിൽ അവൻ അധിക സമയം ചെലവഴിക്കുകയുണ്ടായി. താൻ അവർക്ക് നൽകിയ വെളിച്ചത്തിനനുസരിച്ച് അവരെ ചോദ്യം ചെയ്യുവാൻ അവൻ പോവുകയാണ്. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുവാൻ പോകുന്ന പ്രതിഫലത്തിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെയാണ് ശിക്ഷയ്ക്കും കൂടുതലും കുറവും ഉണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർക്ക് നല്ല സാഹചര്യങ്ങൾ ലഭിക്കുന്നു, ചിലർക്ക് അതൊന്നുമില്ല. നാം ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിലും അനേകർക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കുവാനുള്ള അതിമഹത്തായ അവസരം ലഭിച്ചിട്ടും അവർ തങ്ങളുടെ പുറം തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെയുള്ളവരെ നിങ്ങളും ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? കർത്താവ് പറയുകയാണ്, നീയോ കപർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സ്ഥാനം തങ്ങളുടെ പട്ടണത്തിലുണ്ടായിരിക്കെ ആ പട്ടണത്തിലുണ്ടായ എത്ര മഹത്തായൊരു പദവിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അവർ അവനെ തള്ളിക്കളഞ്ഞു. കർത്താവ് വ്യക്തമാക്കുന്നത്, കപർന്നഹൂമിൽ താൻ ചെയ്തതായ വീര്യപ്രവൃത്തികൾ വഷളത്വം നിറഞ്ഞതായ സോദോമിൽ ചെയ്തിരുന്നെങ്കിൽ അവർ തങ്ങളുടെ വഷളത്വം വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞേനെയും തന്മൂലം അവർക്കുണ്ടായ ന്യായവിധിയിൽ നിന്നും രക്ഷ പ്രാപിച്ചേനെയും എന്നത്രേ. എത്ര വലിയൊരു യാഥാർത്ഥ്യമല്ലേ? 24 വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെയധികം കഠിനമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, സൗമ്യരിൽ സൗമ്യനായ യേശുവിൻ്റെ അധരങ്ങളിൽ നിന്നാണ് ഇത് പുറപ്പെട്ടു വന്നതെന്ന് ഓർക്കുക. ന്യായാധിപനും രാജാവുമായിട്ടാണ് ഇവിടെ അവൻ സംസാരിക്കുന്നത്. ഇരുന്ന് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ശക്തമായ ഭാഷയത്ര ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുകയും ദൈവവചനം എന്നും കേൾക്കുകയും ചെയ്തിട്ടും ഒരിക്കലും യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കാതെ ഒരു സഭയിലെ കമ്മിറ്റിക്കാരനായിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സുവിശേഷം ഒരിക്കൽ പോലും കേൾക്കുവാൻ അവസരമില്ലാതെ ആരും അറിയപ്പെടാത്തവരായി ഒരു വനാന്തരത്തിൽ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. സോദോമും ഗോമോരയും ഭയാനകങ്ങളായ സ്ഥലങ്ങളായിരുന്നു എന്ന കാര്യം കർത്താവ് വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവവചനം കേൾക്കുകയും അവനെ ത്യജിക്കുകയും ചെയ്ത പട്ടണങ്ങളെക്കാൾ അവർക്ക് സഹിക്കാവതാകും എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം കർത്താവിനെ അംഗീകരിക്കാതെ പോയ പട്ടണങ്ങൾക്ക് വലിയ ശിക്ഷാവിധി വരുന്നു എന്ന് കാണിക്കുകയാണ്. 25-26 വാക്യങ്ങളിൽ നാം കാണുന്നു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൻ്റെ 19 വാക്യത്തിലും ദൈവത്തെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവാകുന്നു. ഈ സത്യം മനസ്സിലാക്കുവാൻ പല ബുദ്ധിശാലികൾക്കും സാധിച്ചിട്ടില്ല. എന്നാൽ അനേകം ശിശുക്കൾ അത് മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ് 27 വാക്യത്തിൽ, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതും ഇല്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന കാര്യം വേറൊരു വിധത്തിൽ പറയുന്നതത്രേ ഈ വാക്യം. ക്രിസ്തുവിൻ്റെ അതിമനോഹരവും പ്രശസ്തവുമായ ഒരു ആഹ്വാനത്തിലേക്കാണ് തുടർന്ന് നാം വരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദൂതിലൊരു വ്യതിയാനം നാം കാണുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുക എന്നത്രേ കർത്താവ് ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവൻ തൻ്റെ അധികാരപത്രം അവതരിപ്പിച്ചു എങ്കിലും അവർ അവനെ മശിഹായായി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞു. യെരുശലേമും മുമ്പ് പറഞ്ഞ പട്ടണങ്ങളും അവനെ പുറന്തള്ളുകയാണ് ചെയ്തത്. ഇവിടെ കർത്താവ് അവർക്ക് വീണ്ടും ഒരിക്കൽ പോലും രാജ്യം വെളിപ്പെടുത്താതെ ഇസ്രായേൽ ജാതിയിൽ നിന്നും മുഖം തിരിച്ചു കളയുന്നു. ക്രൂശിങ്കിലേക്കുള്ള പാതയിലാണ് കർത്താവ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ആഹ്വാനം വ്യക്തികൾക്കായിട്ടുള്ളതാണ്. അവനെ ശ്രദ്ധിക്കുക. ആ സുപരിചിതമായ വാക്യങ്ങൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഈ അധ്യായത്തിൽ തന്നെ ഇതുവരെ ഉപയോഗിച്ച ഭാഷയിൽ നിന്നും വളരെ വിഭിന്നമായ ഒന്നത്രേ ഇവിടെ നാം വായിച്ചു കേട്ടത്. തണുത്ത് വിറച്ചിരുന്ന അന്തരീക്ഷത്തിൽ നിന്നും അല്പം ചൂട് ലഭിക്കുന്നത് പോലെയോ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്നത് പോലെയോ, കൊടുങ്കാറ്റിൽ നിന്നും ശാന്തതയിലേക്ക് കടന്നു വരുന്നത് പോലെയോ ഉള്ള അനുഭവമാണ് ഈ വാക്യങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. ക്രിസ്തു നൽകുന്ന ഒരു പുതിയ ദൂതാണിത്. അവിടുന്ന് സമൂഹത്തെ വിട്ടിട്ട് വ്യക്തികളിലേക്ക് തിരിയുന്നു. ഒരു രാജ്യത്തെക്കുറിച്ചുള്ള പൊതുവിൽ പറയുന്ന പ്രഖ്യാപനമല്ല, രക്ഷയുടെ ആശ്വാസം കണ്ടെത്തുവാനുള്ള വ്യക്തിപരമായുള്ള ആഹ്വാനം അത്രേ ഇവിടെ നാം കാണുന്നത്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനം എത്ര പ്രോത്സാഹജനകമാണ്. ഭാരം ചുമക്കുന്നതിനെക്കുറിച്ച് അവൻ പറയുമ്പോൾ പാപഭാരത്താൽ കഷ്ടപ്പെടുന്നവരെയാണ് അവൻ സൂചിപ്പിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിലും സങ്കീർത്തനത്തിലും ഇതേ ചിത്രം ഉപയോഗിച്ചിട്ടുള്ളതായി നാം കാണുന്നു. ആ ഭാഗം നാം വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 1 അധ്യായം 4 വാക്യത്തിലും 38 സങ്കീർത്തനം 4 വാക്യത്തിലും അത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് വഹിച്ചുകൊണ്ട് നടക്കുവാൻ വയ്യാത്ത വിധം ഭാരമേറിയ ഒന്നാണ് പാപം, തർക്കമില്ല. അതും വഹിച്ചുകൊണ്ട് നടക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ വല്ല ഹെർണിയായും പിടികൂടും. അത്ര ഭാരമാണ്. താങ്കളുടെ പാപഭാരം ഇറക്കി വെക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രമാണ്. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപം വഹിച്ചു. അവിടുത്തെ സന്നിധിയിലേക്ക് നിങ്ങളുടെ പാപഭാരവുമായി കടന്നു വരുവാൻ യേശു നിങ്ങളെ ക്ഷണിക്കുന്നു. അവന് നിങ്ങളോട് ക്ഷമിക്കുവാൻ കഴിയും. കാരണം അവിടുന്ന് നിങ്ങളുടെ പാപത്തിൻ്റെ ഭാരം ക്രൂശിന്മേൽ വഹിച്ചു കഴിഞ്ഞു.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ നമുക്കുള്ള അല്ലെങ്കിൽ പാപികൾക്കുള്ള രക്ഷയെക്കുറിച്ചാണ്. എന്നാൽ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അത് രണ്ടാമത്തെ ആശ്വാസമാണ്. ഈ പറയുന്നത് ഒരു ക്രിസ്തുവിശ്വാസിയിലെ പ്രായോഗികമായ വിശുദ്ധീകരണമാണ്. ഇത് രണ്ട് ആശ്വാസമാണ്, ഒന്നല്ല. യേശു തരുന്ന ഒരു ആശ്വാസമുണ്ട്, അത് വീണ്ടെടുപ്പിൻ്റെ ആശ്വാസമാകുന്നു. അതാണ് ഒന്നാമത്തേത്. എന്നാൽ ഒരു ക്രിസ്തുവിശ്വാസി അനുഭവമാക്കുന്ന മറ്റൊരു സ്വസ്ഥതയുണ്ട്, ഒരാശ്വാസം. അത് ക്രിസ്തുവിലുള്ള സമർപ്പണം കൊണ്ടും പ്രതിഷ്ഠ കൊണ്ടും ഉണ്ടാകുന്നതാണ്. ആരെങ്കിലും നിങ്ങളെ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. ഞാൻ സമൂഹത്തിൽ വലിയ ആളായില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാടുപെടേണ്ടതില്ല സുഹൃത്തെ. ക്രിസ്തുവിൻ്റെ മുഖം നിങ്ങൾ വഹിക്കുന്ന പക്ഷം അവിടുന്ന് ആഗ്രഹിക്കുന്നിടത്തേക്ക് കൃത്യമായി നിങ്ങളെ ആക്കി വയ്ക്കുവാൻ യേശു മതിയായവനാണ്. അതുകൊണ്ട് ഏത് ഭാരത്താൽ കഷ്ടപ്പെടുന്നവരാണെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് നിങ്ങളുടെ ഭാരങ്ങളെ അവനോട് അറിയിച്ചാൽ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് അവൻ്റെ വാഗ്ദത്തമാണ്. അപ്രകാരം ഒരു ആശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ആത്മീയ ഗർവ് കാരണം ദൈവാനുഗ്രഹങ്ങൾ നഷ്ടമാക്കിയ ചില പട്ടണങ്ങളെക്കുറിച്ച് ഇന്ന് നാം ചിന്തിച്ചു. ദൈവപ്രവൃത്തികൾ കണ്ടിട്ടും ജീവിതം മാറ്റാൻ തയ്യാറാകാതെ ഇരുന്നതിനാൽ അതവരുടെ വലിയ ന്യായവിധിക്ക് തന്നെ കാരണമായി തീർന്നു. എത്ര ഭയാനകരമായ ഒരവസ്ഥ! ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന വചനം ഇവിടെ അന്വർത്ഥമാകുകയാണ്. ആത്മീയമായി കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ദൈവത്തിൻ്റെ വിലയേറിയ ദാനങ്ങളാണ്. അവയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.